ഞാൻ ഇതിനിടെ ഒരു ഇംഗ്ലീഷ് ഇൻ്റർവ്യൂവിൽ കണ്ടതാണ്. അതായത് ഒരു സ്ത്രീ നിങ്ങൾ എന്താണ് പുരുഷനിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, എനിക്ക് മനോഹരമായ വീട്ടിൽ എന്നെ രാജകുമാരീനെ പോലെ കൊണ്ട് നടക്കുന്ന ഒരു പുരുഷനെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, സമ്മതിച്ചു. പക്ഷേ അവർക്ക് നിങ്ങളിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റുക? കറക്റ്റാണ്. ഈ പരിഗണന സ്ത്രീകൾക്ക് എല്ലാ മേഖലയിലും എല്ലാ സ്ഥലങ്ങളിലും പരിഗണന കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? എൻ്റെ ഒരു അഭിപ്രായത്തിൽ സ്ത്രീകൾക്ക് പരിഗണന കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. സ്ത്രീക്കും പരിഗണനയുടെ ആവശ്യമില്ല, പുരുഷനും പരിഗണന ആവശ്യമില്ല. നല്ല മനുഷ്യനാണോ അവനെ നമ്മൾ പരിഗണിക്കണം, അല്ലെങ്കിൽ പരിഗണന കൊടുക്കേണ്ട ആവശ്യമില്ല. എന്താ അഭിപ്രായം? തീർച്ചയായും. പിന്നെ ഇപ്പോഴും ഏകീകൃത സിവിൽ കോഡ് എന്നൊക്കെ പറയുന്നത് അത് തന്നെ ആയിരിക്കണം ഉദ്ദേശിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ സ്ത്രീ പുരുഷൻ എന്നത് പിന്നെ അതിൻ്റെ അടിസ്ഥാനപരമായിട്ട് അവരെ സ്വാധീനിക്കുന്ന ഘടകം ഹോർമോണാണ്. ഇപ്പോൾ ഒരു പുരുഷനിലും സ്ത്രീ ഹോർമോണും ഉണ്ട്, പുരുഷ ഹോർമോണും ഉണ്ട്. പുരുഷ ഹോർമോൺ, മെയിൽ ഹോർമോൺ ആക്റ്റീവ് ആയിട്ടുള്ളവർ അത് അതിൻ്റേതായിട്ടുള്ള സ്വഭാവമാണ് കാണിക്കുക. അപ്പോൾ സ്ത്രീ ഹോർമോൺ കൂടുതൽ ഉണ്ടാകുമ്പോൾ ഇമോഷണലി മൂഡ് സ്വിംഗ് ഒക്കെ വരും. അത് പുരുഷനും ആ ഹോർമോൺ അധികമാവാം, തീർച്ചയായും അയാൾക്കും ഉണ്ടാകും. അതുപോലെ സ്ത്രീകൾ പൊതുവെ പറയുന്ന ഒരു കാര്യം, പുരുഷന്മാർ ആരോഗ്യവാന്മാരാണ്, കൂടുതൽ ആരോഗ്യവാന്മാരാണെന്നാണ് പറയുന്നത്. അതിനും എന്ത് അടിസ്ഥാനമാണ് ഉള്ളത്? ഒരു നിയമനിർമ്മാണം അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യത്തിലൊക്കെ? കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ത്രീയുടെ ഒറ്റയടിക്ക് താഴെ കിടക്കുന്ന പുരുഷന്മാരുണ്ടാവും. കാരണം അവരുടെ ആരോഗ്യവും അത്രേ ഉള്ളൂ. വേറൊരു സംഭവമുണ്ട്. ഇതിന് മുമ്പ് ഒരു ഫേമസ് വക്കീൽ പറഞ്ഞ സാധനമുണ്ട്, ഇന്ത്യയിലെ നിയമം വരെ സ്ത്രീകളുടെ പ്രൊട്ടക്ഷന് വേണ്ടി ആസ്പദമാക്കിയ ലോ തന്നെ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പം ഈ ഒരു എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു പരിഗണന പോയിന്റ് ഓഫ് വ്യൂ കൊടുത്തു കഴിഞ്ഞാൽ അവർ വഷളായിപ്പോവും. അല്ലെങ്കിൽ അവർക്ക് അവരുടെ ഒരു ഫുൾ കഴിവ് അല്ലെങ്കിൽ ഫുൾ അവർക്ക് ഇൻഡിപെൻഡൻ്റ് വർക്ക് ചെയ്യാനായിട്ടും എല്ലാത്തിനും ഞാൻ ശരിക്കും ചിന്തിച്ചു. എല്ലാ സ്ഥലത്തും പരിഗണനയില്ലേ? വീടിൻ്റെ അകത്ത് അമ്മ മുതൽ സഹോദരി മുതൽ ഭാര്യ, കാമുകി, ഫ്രണ്ട്സ്, ഇവിടെ എവിടെയെല്ലാം നമ്മൾ സ്ത്രീകളെ കാണുന്നുണ്ടോ ഇവരെല്ലാവരും ഒരു സ്പെഷ്യൽ അറ്റൻഷൻ, ഒരു സ്പെഷ്യൽ പരിഗണന, ഈ പരിഗണനയിൽ ചാരി നിൽക്കുക. എന്നാൽ അടുത്ത പോയിന്റിൽ വെച്ച് പറയാം, എനിക്ക് ആരുടെയും പരിഗണന സപ്പോർട്ടൊന്നും വേണ്ട, ഞാൻ ഇൻഡിപെൻഡൻ്റ് എന്ന് പറയാം. ചില സമയത്ത് ഈ സാധനം മാറ്റി പറയുക. എന്തിനാണ് ഈ പുരുഷന്മാരെന്ന് പറയുന്നത് സ്ത്രീകൾക്ക് എപ്പോഴും പരിഗണന മാത്രം കൊടുക്കാൻ വേണ്ടി ജീവിക്കുന്നവരായിട്ടാണ് പലപ്പോഴും നമുക്ക് തോന്നിയിരിക്കുന്നത്. അതിനകത്തുനിന്ന് എന്തെങ്കിലും ഒരു വീഴ്ചക്കുറവ് വന്നു കഴിഞ്ഞാൽ അവിടെ മുതൽ കഴിവില്ലാത്തവനായുള്ള വിളി തുടങ്ങി. മനസ്സിലായി? കഴിവില്ലാത്തവനായി. തീർച്ചയായിട്ടും സ്ത്രീകൾ ഇൻഡിപെൻഡൻ്റ് ആകുക എന്നുണ്ട് വിചാരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഉദ്ദേശത്തിലാണ്. അവർക്ക് ഒറ്റക്ക് തന്നെ ചെയ്യാൻ വേണം. ഏറ്റവും ആദ്യം വേണ്ടത് ഇമോഷണൽ നമ്മളെ എത്രമാത്രം മെച്ചൂർഡ് ആകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അത് പുരുഷന്മാരും പൂർണ്ണമല്ല. അപ്പോൾ എങ്ങനെയാണ് ഇത് വിതന്തിരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഈ ഹോർമോൺ എത്ര അനുസരിച്ച്. കാരണം പുരുഷനും ഓപ്പറേഷൻ വഴി ഇപ്പം സ്ത്രീയാകാം, സ്ത്രീയും അല്ലേ? ഇപ്പോൾ ശാസ്ത്രം മാറി. അപ്പോൾ സ്ത്രീയോ പുരുഷനോ തീരുമാനിക്കേണ്ടത്. ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റിലേക്കാണ് ഞാൻ വീണ്ടും പറഞ്ഞത്. XY ക്രോമസോംസിന്റെ കാര്യം പറയുമ്പോൾ ചില ആൾക്കാർക്കുണ്ട് സംസാരിക്കുമ്പോൾ സൗണ്ട് പെണ്ണിന്റെ കൂട്ടാണെന്ന് പറഞ്ഞ് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ ഹോർമോണിന്റെ ഡിഫറൻസസ് വരുന്നതനുസരിച്ചാണ്. പക്ഷെ മെയിൻലി പറഞ്ഞാൽ നമ്മളിപ്പോൾ ഞാൻ എല്ലാ ദിവസവും റൂമിൽ നിന്ന് വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് വരുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ ബൈക്കിലാണെങ്കിൽ നാളെ ഒരു ദിവസം അവനെന്തെങ്കിലും ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ നീ എന്താ വരാത്തെ, നീ വരുമ്പോൾ ഞാൻ ഇത്ര ലേറ്റായി, അവനെ കുറ്റം പറയത്തേ ഉള്ളൂ. അല്ലാതെ ഞാൻ നേരെ അടുത്ത വണ്ടി പിടിച്ച് ഞാൻ ഇവിടെ ഓഫീസിൽ വരുന്നതിൻ്റെ കാര്യം ചിന്തിക്കത്തില്ല. അങ്ങനെ ഡിപ്പെൻഡൻ്റ് ആയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു സ്ത്രീകൾക്ക് അങ്ങനെ ഒരു സാധനം ഫീൽ ആവുന്നില്ല. അവർക്ക് നമ്മളൊരു കാര്യം പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ അവർക്ക് ഒരു ഹാപ്പിനെസ് എന്ന സാധനം ഫീൽ ചെയ്യുള്ളൂ. അല്ലാതെ നമ്മൾ അതിനകത്തൊരു സ്ട്രഗിൾ എടുത്തിട്ടാണ് നമ്മൾ ആ സാധനം പ്രൊവൈഡ് ചെയ്യുന്നത്. നീ സ്ട്രഗിൾ എടുക്കാനുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടാണല്ലോ, ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം, അല്ലെങ്കിൽ ഞാനത് ഒറ്റയ്ക്ക് ചെയ്തോളാം, അല്ലെങ്കിൽ ആ ജോലി ഞാൻ ഒറ്റയ്ക്ക് കണ്ടെത്തിക്കോളാം, അല്ലെങ്കിൽ നിനക്ക് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എങ്ങനെയും കണ്ടെത്തി തരാം, അതും കൂടി എൻ്റെ ബാധ്യതയും എൻ്റെ ഇമോഷൻ കൂടി ഇത് വെക്കേണ്ട. ഇത് ഇവിടെ ചെയ്യുന്ന അതല്ല. ഫിനാൻഷ്യലി ആയിട്ടുള്ള ബാധ്യതകളും അതിൻ്റെ ഒപ്പം തന്നെ ഇവരുടെ മാനസികമായിട്ടുള്ള ബാധ്യതകളും കൊണ്ട് നമ്മുടെ തലയിൽ വെച്ചതിന് ശേഷം ഈ സാധനം നമ്മുടെ ബാധ്യതയും ബുദ്ധിമുട്ടുള്ളത് എവിടെ കൊണ്ടുവയ്ക്കും? അതെ അതെ, അത് കുറച്ച് സ്ത്രീകൾ അങ്ങനെയായി വരുന്നുണ്ട്. പിന്നെ കുറേ സ്ത്രീകൾ ഈ പറഞ്ഞ പോലെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പവർഫുൾ ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഇതിനകത്ത് വേറെ സാധനമുണ്ട്. നമ്മുടെ ഫ്രണ്ട് അവൾക്ക് വയ്യാതായത് ഇപ്പം എന്തോ അവളുടെ ഒരു അസൈൻമെൻറ്റ് പോലത്തെ സാധനം, അവളുടെ വർക്കിന് വേണ്ടിയുള്ള സാധനമാണ് പ്രിപ്പറേഷൻ, നോട്ട് പ്രിപ്പയർ ചെയ്യണം. അപ്പം ആ നോട്ട് പ്രിപ്പയർ ചെയ്യാൻ ഞാൻ പ്രിപ്പയർ ചെയ്തോളാം, അതിൽ വയ്യല്ലോ എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ അവൾക്ക് വന്നിരിക്കണം. ഞാൻ പറഞ്ഞത് ഞാൻ പ്രിപ്പയർ ചെയ്യാമെന്ന് പറഞ്ഞത് നീ പോയി റെസ്റ്റ് എടുക്കാൻ വേണ്ടിയാണ്. അത് പക്ഷെ അവർക്ക് വേണ്ടത് എന്താണ്? അവിടെ ആ വയ്യാത്തത് കൊണ്ട് ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാണ്. മനസ്സിലായി? അവിടെ അവർക്കൊരു കെയർ കൊടുത്താൽ അവർക്ക് പനിയില്ല. പക്ഷെ അതേസമയം എനിക്ക് പനിയുണ്ട്, പക്ഷെ എൻ്റെ പണിയാണ്, ഞാൻ എടുത്തോളാം
എടുത്താൽ എനിക്ക് ബെനിഫിറ്റ് ഉണ്ട്, എനിക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും എന്ന സാധനം വരത്തില്ല. ഈസിയാണ്, ഞാൻ എടുത്തു കൊടുത്തോളൂ. ഇപ്പം നമ്മളിപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, പണ്ട് ആളുകൾ സ്കൂളിൽ നമ്മൾ പെമ്പിള്ളേരെ കൊണ്ട് മഞ്ച് കൊടുത്തേക്കാം, ഒരു മഞ്ചിന് വേണ്ടി നോട്ട് ഫുൾ എഴുതി തരും. അപ്പം എന്താ, ഈ 5 രൂപയ്ക്ക് മഞ്ച് മേടിക്കാൻ പറ്റും. പക്ഷേ ഈ 5 രൂപയ്ക്ക് ഞാൻ മേടിച്ചു കൊടുക്കുന്ന മഞ്ച് എക്സ്ട്രാ. അപ്പോൾ ആ 10 എനിക്ക് ഒരു 5 രൂപയ്ക്ക് 2 മഞ്ച് കിട്ടും. പിന്നെ എഴുതി കൊടുത്താൽ മതി. നമ്മളിപ്പോൾ അമ്മമാർക്ക് കൊടുക്കേണ്ട പരിഗണനകൾ എന്തൊക്കെയാണ്? അമ്മയും ഒരു സ്ത്രീയാണല്ലോ, നമ്മൾ ആദ്യം കാണുന്ന ഒരു സ്ത്രീയാണ്, നമ്മൾ ആദ്യം അനുഭവിക്കുന്ന ഒരു സ്ത്രീയാണ്. അതായത് നമ്മുടെ വാത്സല്യം, സ്നേഹം, കെയർ, പരിഗണന, അങ്ങനെ ഒരു സ്ത്രീയുടെ ഏറ്റവും നല്ല ക്വാളിറ്റീസും നമ്മൾ അനുഭവിക്കുന്നത് അമ്മയിൽ നിന്നാണ്. അത് മറ്റൊരു അപകടം കൂടിയാണ്, നമ്മളെ ഇൻഡിപെൻഡന്റ് ആക്കാതെ ഡിപ്പെൻഡിങ് ആക്കി മാറ്റുന്ന ഒരു സോഴ്സും കൂടിയാണ് അമ്മ എന്ന് പറയുന്നത്. അതെ, എനിക്ക് പറയാനുള്ളത്, അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണ്ട് വിചാരിച്ചു വെച്ചിരിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ ബാക്കി പത്രമാണ്. കാരണം അവർ അങ്ങനെയൊക്കെ ആയി, ആ സമൂഹത്തിൽ അങ്ങനെയാണ്. ഇനിയിപ്പോൾ അവർക്ക് ഒരു പ്രായം കഴിഞ്ഞതിന് ശേഷം മാറാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലാണ് ഉള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്ത് കെയറിങ് കൊടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു കുട്ടിയെ വളർത്താൻ വേണ്ടിയിട്ട് ഒരു പക്ഷേ അവർ മറ്റു പുരുഷന്മാരെ പോലെ അവർക്ക് സമൂഹത്തിലേക്ക് ഇറങ്ങി പോകാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെ അവർ വീട്ടിൽ തന്നെ നിൽക്കേണ്ട അവസ്ഥയാണ് ആ സമൂഹത്തിൽ അപ്പോഴുള്ള അവസ്ഥ അനുസരിച്ചിട്ട്. അപ്പോൾ ഇന്ന് എങ്ങനത്തെ ചെയ്യണം എന്നുള്ളതാണ്. അല്ല, ഞാൻ ബേസിസ് തോന്നിയിട്ടുള്ളത്, നമ്മൾ കൊച്ചു കുഞ്ഞിനെ എങ്ങനെ നമ്മൾ കൊണ്ടുവന്ന് നടക്കുന്നോ ആ രീതിയിൽ കെയർ കൊടുക്കണം ഈ അമ്മമാർക്കും. കാരണം ഈ അതിൻ്റെ ഒരു 2ാം ബാല്യം എന്നൊക്കെ പറയുന്ന പോലെ സൈഡിലേക്കായിരിക്കും പോകുന്നത്. അപ്പം ഇവർക്ക് അമ്മമാരുടെ പ്രത്യേക സാധനം പറഞ്ഞാൽ അവർ ഒരു നമ്മുടെ പ്രീവിയസ് ജനറേഷൻ നോക്കി കഴിഞ്ഞാൽ അമ്മമാർക്ക് അവർ കുറച്ചുകൂടെ കൂടുതൽ അനുഭവിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ കുഞ്ഞിനെ വളർത്താനാണെങ്കിലും വീട്ടുകാര്യങ്ങളാണെങ്കിലും പണിയെടുക്കുന്നതിലാണെങ്കിലും ഇപ്പോഴത്തെ പല പുതിയ ജനറേഷൻ ഇപ്പത്തെ പെൺപിള്ളേരെന്ന് വെച്ചിട്ട് നമ്മുടെ ഞാൻ അമ്മ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ വരിക നമ്മുടെ ഡെഡിക്കേഷൻ പ്യൂർ ആയിട്ട് അവരെ പറ്റി നമ്മൾ പറയത്തില്ലേ, മറ്റേ സിനിമയിലൊക്കെ പറഞ്ഞില്ലേ എരിഞ്ഞ് തീരുക എന്ന് പറയത്തില്ലേ, ആ ഒരവസ്ഥയിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അവരോടൊക്കെ ശരിക്കും പറഞ്ഞാൽ അവർക്ക് പരിഗണന അവരെ വെച്ചിട്ടാണ് ഇന്നത്തെ സ്ത്രീകൾ ഫെമിനിസം സംസാരിക്കുന്നത്. മനസ്സിലായി, അവരുടെ ബുദ്ധിമുട്ടുകളാണ് ഇന്നത്തെ സ്ത്രീകൾ. ഏത് ഫെമിനിസ്റ്റാണ് ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത്? മറ്റുള്ള സ്ത്രീകളുടെ പ്രശ്നങ്ങളാണ് എന്റെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു നടക്കുന്ന ടീമാണ്. ഇവർക്ക് ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു പ്രശ്നം ഞാൻ പറയട്ടെ, നിങ്ങളൊരു കാര്യം ആലോചിക്കും, നമ്മൾ രണ്ടുപേരും ഒരു ദിവസം മൊത്തം ദിവസം വർത്താനം പറഞ്ഞിരിക്കുക, നമ്മുടെ ഇടയിൽ മിനിമം ഒരു 50 പ്രാവശ്യമെങ്കിലും വാക്കർക്കുണ്ടോ? ഇത് ഉറപ്പാണ്. കാരണം നിങ്ങളുടെ സാഹചര്യം, എന്റെ തോട്ട്സ് നമ്മളെല്ലാം വേറെ പറയാം. അപ്പൊ പിന്നെ നമ്മുടെ ആണും പെണ്ണും കൂടി ഇരിക്കുമ്പോൾ ഇതുണ്ടാവില്ലേ? അതിനെ മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് പല ബന്ധങ്ങളും നിർത്തി പോകുന്നത്. നമ്മുടെ ഈ തമാശക്ക് പറയും, ഈ ഫെമിനിസ്റ്റുകളുടെ വീട്ടിൽ ഫെമിനിസ്റ്റുകൾ കുക്ക് ചെയ്യാറുണ്ടോ എന്ന് സാറ് തമാശക്ക് ട്രോൾ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഫെമിനിസം പറയുന്ന ആളുകൾ അവരുടെ വീട്ടിൽ വേറൊരു ചേച്ചിനെ കൊണ്ട് കിട്ടിയാൽ കുക്ക് ചെയ്യിപ്പിക്കുന്നത്. മനസ്സിലായി? അപ്പൊ ഇത് തമാശക്ക് പറയുമ്പോഴും ഈ പറയുന്ന കാര്യങ്ങൾ ഡിഫർ ചെയ്യും. അതായത് ചില പോയിന്റിലൊക്കും ചില പോയിന്റിലൊക്കില്ല എന്ന് പറയും. അതായത് ഒരു കാര്യം പറയുന്നത്, ഇവരുടെ കാര്യത്തിൽ ഈ പറഞ്ഞ ഫെമിനിസം കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ വേറൊരാളുടെ കാര്യത്തിൽ ഈ ഫെമിനിസം വരുന്നില്ല. അല്ല, ഞാൻ സ്ത്രീകൾ പലപ്പോഴും അവസരവാദത്തിനൊത്ത് പെരുമാറുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? അതായത് ചിലപ്പോൾ അത് വളരെ ചെറിയ അവസരവാദമായിരിക്കും. അതായത് പരിഗണനയാവാം, എന്നൊന്ന് അറ്റൻഷൻ ആവാം. പക്ഷെ ഇതിന് അവരിടുന്ന ഇമോഷനും സമയവും നമുക്ക് തരുന്ന ഒരു സ്ട്രെസ് ഉണ്ട്. അതായത് ഈ സാധനം ഭീകരമാണ്. അത് എനിക്ക് പലപ്പോഴും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. അത് വേറെ എന്തെങ്കിലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ ജീവിതം രക്ഷപ്പെടും. അതെ, ഇത് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നത്, ഇപ്പോഴുള്ള നിയമങ്ങളെ എങ്ങനെ ദുരുപയോഗം ചെയ്യാം എന്ന് മനസ്സിലാക്കിയ സ്ത്രീകൾ തീർച്ചയായിട്ടും വളരെ ഡേഞ്ചറാണ്. അത് പുരുഷന്മാരെ കാണും എല്ലാവരെ കാണും വളരെ ഡേഞ്ചറായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. ഇപ്പോഴുള്ള നിയമങ്ങളെ എങ്ങനെ അവരുടെ ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാം, തീർച്ചയായും ട്രാപ്പിലാക്കാൻ പറ്റും കുറേ കാര്യങ്ങളിലും. അല്ല, ഇപ്പൊ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മളിപ്പോൾ എപ്പോഴും പറയല്ലോ, മെയിൽ ഡോമിനൻസ് സൊസൈറ്റിയാണ് എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന അനുഭവിക്കുന്നത് കൂടുതൽ ഇപ്പോഴത്തെ കാലഘട്ടം നോക്കിക്കഴിഞ്ഞാൽ പുരുഷന്മാരാണെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുണ്ട്, ഏറ്റവും കൂടുതൽ സൂയിസൈഡ് ടെൻഡൻസി വരുന്ന ആൾക്കാർ ആണുങ്ങളാണ്. ഇപ്പം തന്നെ ഏറ്റവും കൂടുതൽ ഫേക്ക് കേസസ് അലിഗേഷൻസ് ഉണ്ടായിരിക്കുന്നത് ആണുങ്ങൾക്കെതിരെയാണ്. ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ഒരു ജോലിയുടെ പോയിന്റ് ഓഫ് വ്യൂവിലാണെങ്കിലും, ഒരു ജോബ് അവരുടെ ഒരു കരിയറിൻ്റെ സംഭവത്താണെങ്കിലും അവിടെ ഒരു കൂട്ടം പെൺകുട്ടികളുണ്ടെങ്കിൽ അവർ തമ്മിൽ എന്തെങ്കിലും അടി ഉണ്ടാവും. പക്ഷെ ആണുങ്ങൾ ഉള്ള മാത്രമുള്ള ഓഫീസുകളാണെങ്കിൽ അവിടെ അധികം അടി ഉണ്ടാകാൻ സാധ്യത കുറവാണ്. ഈ പലപ്പോഴും മെയിൽ ഡോമിനേറ്റിംഗ് നമ്മൾ പറയുമ്പോൾ ഇവർ പറഞ്ഞൊരു വേർഡുണ്ട്. അതായത് നിങ്ങൾ പുരുഷന്മാർ നിങ്ങൾക്ക് പുറത്തു പോകാം, നിങ്ങൾക്ക് പുറത്തു പോയി പല കാര്യങ്ങളും ചെയ്യാം. 20 വർഷം മുമ്പ് ഒരു പെണ്ണ് പുറത്തോട്ട് ഇറങ്ങി ചെയ്യാൻ പറ്റുന്ന ജോലി എന്തൊക്കെയായിരുന്നു?
അധ്യാപനം കൂടുതലും കായികാധ്വാനങ്ങൾ മാത്രമേ നമ്മുടെ നാട്ടിൽ ജോലിയായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി കുറച്ച് സെഗ്മെന്റുകളിൽ മാത്രമാണ് ഈ ഗവൺമെന്റ് സെഗ്മെന്റിൽ ബാക്കി സെഗ്മെന്റ് മാത്രമേ ജോലിയുള്ളൂ. ഈ കായികാധ്വാനത്തിന് പോകാൻ പെണ്ണുങ്ങൾക്ക് മടിയാ, പോവില്ല അവര്. പോവോ? ഇപ്പൊ നമുക്കറിയാവുന്ന നമ്മുടെ ഓഫീസിൽ ഒരു ചേച്ചി ഏകദേശം 4, 5, 6 സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. വീടുകളിലോ ഓഫീസുകളിൽ വർക്ക് ചെയ്തിട്ടാണ് ഇത്രയും സ്ഥലത്ത് ഓടിയാണ് പുള്ളിക്കാരി വർക്ക് ചെയ്യുന്നത്. അവരെന്തോരം വർക്ക് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ തൊഴിലുറപ്പ് സ്ത്രീകൾ ചേച്ചിമാര് എന്തോരം കായികോദ്ധാനം ചെയ്യുന്നുണ്ട്. അല്ല, ഞാൻ പറഞ്ഞ ഇപ്പൊ പക്ഷെ സെഗ്മെന്റ് മാറി. ഇപ്പൊ സ്ത്രീകൾക്കും ആണുങ്ങൾക്കും ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്ന, നമ്മൾ വീടിനകത്ത് ഇരുന്ന് ഒരു മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ജോലികളെ. അപ്പൊ കുറെ വർഷം മുമ്പ് ഈ ഡോമിനേറ്റിംഗ് എന്ന് പറയുന്ന സമയത്ത് പുരുഷന്മാർ പുറത്തിറങ്ങി കായികാധ്വാനം ചെയ്തുകൊണ്ടിരുന്ന സമയമോ, മനസ്സിലായോ? ഈ വീട് പുറത്തിറങ്ങി ജോലി ചെയ്ത് തിരിച്ച് വരുമ്പോൾ വീട്ടിലെ ജോലി എന്ന് പറയുന്നത് വലിയ ജോലി തന്നെയാണ്. ഭക്ഷണം പാചകം ചെയ്യുന്ന കാര്യങ്ങളും ഇത് ഉണ്ടാക്കാനുള്ള സാധനം ഉണ്ടാക്കണ്ടേ, എനിക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഇതിനിടെ ഒരു ഇംഗ്ലീഷ് ഇൻ്റർവ്യൂവിൽ കണ്ടതാണ്. അതായത് ഒരു സ്ത്രീ നിങ്ങൾ എന്താണ് പുരുഷനിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, എനിക്ക് മനോഹരമായ വീട്ടിൽ എന്നെ രാജകുമാരീനെ പോലെ കൊണ്ട് നടക്കുന്ന ഒരു പുരുഷനെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, സമ്മതിച്ചു. പക്ഷേ അവർക്ക് നിങ്ങളിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റുക? ആ ഒരു ക്വസ്റ്റ്യന് ആ ഒരു കുട്ടി തീർത്തും ഒന്നും ഉത്തരം പറയാൻ പറ്റാതെ നിൽക്കുന്ന ഒരവസ്ഥയാണ്. അല്ല, അവര് പറഞ്ഞത് അപ്പൊ അതിനകത്ത് ഞാനും കണ്ടിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് അവർ പറഞ്ഞത് പറഞ്ഞാൽ ഞാൻ എൻ്റെ സമയം കൊടുക്കുന്നുണ്ട്, സമയം കൊടുക്കണ. അല്ല, അതാണ് അവരെ കൊടുക്കുന്നത് സമയം ഇസിക്കൽ ടു അവരുടെ സൗന്ദര്യം. അവരെ കൂട്ടൊരു ഒരു പെൺകുട്ടിയെ നിങ്ങളുടെ പാർട്ണർ ആകുന്നു. ഞാൻ എന്ന രാജ്ഞി, എന്റെ ഉള്ളിലുള്ള ഞാൻ നിങ്ങളെ പോലുള്ള ഒരു സാധാരണക്കാരനെ കൊണ്ട് തരാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എന്നെ രാജ്ഞിനെ പോലെ നോക്കണം. സ്വഭാവം ഒന്നും പ്രതീക്ഷിക്കരുത്. രാജ്ഞിയുടെ സ്വഭാവം ഒന്നും അല്ല പ്രതീക്ഷിക്കുന്നത്. അതാ അങ്ങനെയാണ് അതിനെ കൊണ്ട് ആ കുട്ടി അങ്ങനെ പറയുന്നതിന്റെ കാര്യം. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എല്ലാവരും ഈക്വലായിട്ട് പോകണം എന്നുള്ളത് തന്നെയാണ് അവസാനം എനിക്ക് മനസ്സിലാകുന്ന കൺസെപ്റ്റ്. ചെറുപ്പം മുതലേ പെണ്ണുങ്ങൾക്ക് കുറെ ക്യൂട്ട്നെസ് അങ്ങ് വാരി വിതറി അങ്ങ് വളർത്തി കൊണ്ടുവന്നേക്കാം ഇല്ലേ? ബേസിക് സാധനം ഉണ്ടല്ലോ നമ്മൾ ഈ പറഞ്ഞ പെൺകുട്ടിയായ ജീവിതം മുഴുവനും ഫുൾ ജീവിതം ഇതിന്റെ അകത്തങ്ങ് ജീവിച്ചങ്ങ് തീർക്കാം. ശരിക്കും ആ പുരുഷന്മാർ നല്ല ആസ്വദിച്ച് ജീവിക്കുന്നത്. സ്ത്രീകളൊക്കെ അങ്ങ് ആലോചിക്കുന്നു, നിങ്ങളുടെ കയ്യിൽ എത്ര ബോർഡർ ഉണ്ട്, എന്ത് മേക്കപ്പ് കിറ്റ് ഉണ്ട്, എത്ര ജോഡി ഡ്രസ്സ് ഉണ്ട്, എന്നിട്ട് പറയും ഇതിപ്പോ ഞാൻ പറയട്ടെ, എന്നിട്ട് ഇവർ പറയും ഇവർക്കൊന്നുമില്ല എന്ന് പറയും. ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, എന്നെ മനസ്സിലാക്കുന്ന ആൾക്കാർ ആയിരിക്കണം എന്നെ വിവാഹം കഴിക്കുന്നത് എന്നാണ് പൊതുവെ പറയാറ്. പക്ഷേ ഇവർക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള കഴിവ് എത്രമാത്രം ഉണ്ട് എന്നുള്ളത് ഇമ്പോർട്ടൻ്റാണ്. എൻ്റെ അഭിപ്രായത്തിൽ അത് അങ്ങനെ ആവണം ഇങ്ങനെ ആവണം എന്നല്ല ഞാൻ പറയുന്നത്, ഈക്വൽ ആയിരിക്കണം എല്ലാം. കാരണം ഇവരെ എത്രമാത്രം മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ സ്ത്രീകൾ ഒരിക്കലും ഈക്വാലിറ്റി ചിന്തിക്കില്ല. കാരണം അവർക്ക് അവർ മാത്രമേ ഉള്ളൂ. ആ വീട്ടിൽ അവരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, അവരാണ് ബ്രെയിൻ ഗെയിം ചെയ്യുന്നത്. ഏതൊരു വീടെടുത്ത് നോക്കിക്കോ, പലപ്പോഴും പല പുരുഷന്മാരും പുറത്തേക്ക് ഇറങ്ങി ഈ സൗഹൃദം കൂടി ഇപ്പോൾ എപ്പോഴും സ്ത്രീകൾ പറഞ്ഞു തരാം, നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരുണ്ട്, നിങ്ങൾ അവിടെ പോയി നിങ്ങളുടെ കൂട്ടുകാരോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യുക. അതിന് വേറെ കാര്യമുണ്ട്. അവിടെ വന്നിരിക്കുന്ന 10 കൂട്ടുകാരന്മാരും ഇതുപോലെ 10 ദുഃഖങ്ങളുമായിട്ട് വന്നിരിക്കുന്നവരാ. അവരോട് ചെന്നിരിക്കുമ്പോൾ അവർ നമ്മളിപ്പോൾ കൂട്ടുകെട്ട് ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ദുഃഖങ്ങളും അല്ല അവിടെ പറയുന്നത്. നമ്മൾ ജീവിതത്തിൻ്റെ ദുഃഖങ്ങളൊക്കെ മാറ്റി വെച്ച് നമ്മൾ ജീവിതത്തിൻ്റെ മറ്റു മേഖലയോ അല്ലെങ്കിൽ വീട്ടിലുള്ള പ്രശ്നങ്ങളൊക്കെ മറക്കാൻ വേണ്ടി നമ്മൾ 10-1 മണിക്കൂർ സംസാരിക്കും. പെണ്ണുങ്ങൾ കൂടിയിരിക്കുമ്പോൾ ഇതൊന്നും അല്ല സംസാരിക്കുന്നത്. ഇവർക്ക് ഇവരുടെ ദുഃഖങ്ങളാണ് മൊത്തം. ദുഃഖങ്ങളും ഇമോഷൻസും ഇഷ്യൂസും കാര്യങ്ങളും ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു സൈക്കോളജി പരമായിട്ട് ഒരു പ്രശ്നമുണ്ട്. നമ്മൾ നമ്മുടെ ഇഷ്യൂസ് എത്ര വട്ടം നമ്മൾ മറ്റൊരാൾ പറയുന്നു, അതിൻ്റെ ഇരട്ടി വട്ടം നമ്മളിലോട്ട് ആ ഡേറ്റ വളരെ സ്ട്രോങ് ആയിട്ട് സേവ് ആകും. അത് മാത്രമല്ല, ഈ എന്താ പറയുക, നമ്മൾ സ്വയം ആസ്വദിക്കുന്നവരുണ്ട്. സ്വന്തം പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് അത് അവരുടെ ഒരു ആസ്വാദനമാണ്. അവരെ ആസ്വദിച്ചിട്ട് പോയി കളയും. മനസ്സിലായിട്ട് നമ്മൾ സാധനം കേട്ടോണ്ടിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.